മനോഹരമായ ദിവസത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ജീവിതയാത്രയിൽ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ ചില നീരസങ്ങൾ കടന്നു വരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പോലും അറിയാതെ നമ്മളെ പള്ളു പറഞ്ഞവരും നമ്മളോട് മോശമായിട്ട് പെരുമാറിയവരും അവരൊരിക്കൽ പോലും ആ തെറ്റ് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുപോലെ അവർ വന്ന് ഒരുപക്ഷെ നമ്മളോട് ക്ഷമ ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരോട് ക്ഷമിക്കുമായിരുന്നു. അല്ലാതെ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നം ഒരു നീരസമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കും. ആ നീരസം ഇങ്ങനെ ഒരു വിഷം കഴിക്കുന്നതിന് തുല്യമാണ്. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തിക്കളയും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ രോഗങ്ങൾക്ക് വരെ കാരണമാകും. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മളോട് പറയുന്നത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ നിങ്ങൾ തമ്മിൽ പൊറുക്കണം. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവായ ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ തന്നെ അവരോട് നമ്മൾ ക്ഷമിക്കണം. ഈ ഒരു വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതം വളരെയധികം സമാധാനത്തോട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പാപികളും ദോഷികളുമായ നമ്മളോട് കർത്താവ് ക്ഷമിച്ചെങ്കിൽ നമുക്കും അവരനോട് ക്ഷമിക്കാം. അങ്ങനെ ക്ഷമിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.